ഹായ് ഓൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. വെൽക്കം ടു അവർ റാപ്പിഡ് ക്വസ്റ്റ്യൻ സീരീസ്. നമ്മുടെ റാപ്പിഡ് ക്വസ്റ്റ്യൻ 30 ദിവസം കടന്നു മുന്നേക്ക് പോകുന്നു. ഓരോ ഇതും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് ഞാൻ കരുതുന്നു. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നീക്വാളിറ്റിയുമായിട്ടാണ്. ഇന്നീക്വാളിറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ കൺക്ലൂഷൻസ് നമ്മൾ നോക്കാം. ഇത് കോമ ഇല്ലാത്ത കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. നമ്മൾ പറഞ്ഞു കോമയുള്ളതും കോമയില്ലാത്തതും. സോ ഇവിടെ ബ്രേക്ക് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് അതിനകത്ത്. സോ നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ കൺക്ലൂഷൻ അതിനകത്ത്. സോ ഫസ്റ്റ് വൺ, വി ലെസ് ദാൻ ജെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ജെ ഗ്രേറ്റർ ദാൻ വി എന്ന് എഴുതാം. അതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. നോക്കുക, ജിയിൽ നിന്ന് വിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്വേർഡ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ജിയിൽ നിന്ന് വിയിലേക്ക് പോകുമ്പോൾ അവിടെ ലെസ് ദാൻ ആണ്. ജെയിൽ നിന്ന് വിയിലേക്ക് പോകുമ്പോൾ അവിടെ ബാക്ക്വേർഡിലേ എത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ ഉള്ള സിമ്പിൾ ലെസ് ദാൻ, പ്രയോറിറ്റി സിമ്പിൾ. അപ്പോൾ ബാക്ക്വേർഡ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് ഫോർവേഡ് മൂവ്മെൻറ്റിലാക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. അത് പ്രകാരം ജെ ഗ്രേറ്റർ ദാൻ വി എന്ന് വരും. സോ ദാറ്റ് ഈസ് കറക്റ്റ്. ദെൻ അടുത്ത് നമുക്ക് നോക്കാം. ടി ഗ്രേറ്റർ ദാൻ എം. ടിയിൽ നിന്ന് ഡയറക്റ്റ് ആണ് എമ്മിലേക്ക്. നോക്കുക, ഡയറക്റ്റ് ഫോർവേഡ് മൂവ്മെൻ്റ് ആണ് ഉള്ളത്, ഗ്രേറ്റർ. സോ പ്രയോറിറ്റി വിൽ ഗോസ് ടു ടി ഗ്രേറ്റർ ദാൻ എം. സോ ആദ്യം നമ്മൾ നോക്കേണ്ട ഇന്നീക്വാളിറ്റിയിൽ എത്താൻ പറ്റുമോ എന്ന്. ഫസ്റ്റ് റീച്ച് ചെയ്യാൻ പറ്റുമോ? റീച്ച് ചെയ്താൽ സെക്കൻഡ് നമ്മൾ നോക്കേണ്ടത് പ്രയോറിറ്റി. നമ്മൾ പ്രയോറിറ്റി പറഞ്ഞിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ഫസ്റ്റ് റാങ്ക് ഇതിന് പോവും, സെക്കൻഡ് ഇതിന് പോവും, തേർഡ് ഇതിന് പോവും. ലെസ് ദാൻ ഓർ ഈക്വൽ, ഫസ്റ്റ് റാങ്ക് ഇത്, സെക്കൻഡ്, തേർഡ്. ഇങ്ങനെയാണ് പ്രയോറിറ്റി പോകുന്നത്. അത് പ്രകാരമാണ് നമ്മൾ. എന്നാൽ ഇവർ തമ്മിൽ കമ്പയർ ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും ഫലം. നമുക്ക് നോക്കാം. എം ഗ്രേറ്റർ ദാൻ ബി. നോക്കുക, എമ്മിൽ നിന്ന് വിയിലെത്തണം. അത് ബാക്ക്വേർഡേ എത്താൻ പറ്റത്തുള്ളൂ. ലെസ് എന്നാൽ ഇവിടെ വരുമ്പോൾ അത് ഗ്രേറ്റർ പിന്നെ ലെസ്. സോ ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് വരുന്നത്. ഒരിക്കലും ഓപ്പോസിറ്റ് സൈൻസ് തമ്മിൽ എത്താൻ പറ്റില്ല, ഇവർ റീച്ച് ചെയ്യാനേ പറ്റില്ല. സോ ദർ ഈസ് നോ റിലേഷൻ. എന്താ അതിൻ്റെ കാരണം? നോ റിലേഷൻ. സോ ഈ 3 കൺക്ലൂഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നീക്വാളിറ്റി സോൾവ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് 5 മാർക്ക് മേടിക്കാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് പ്രിലിംസിലേക്ക് വരുമ്പോൾ അതിനകത്ത്. അതിന് നിങ്ങളെ ഈ റാപ്പിഡ് ക്വസ്റ്റ്യൻ സീരീസ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.